വെൽക്കം ടു ചിത്താവി ഡിലൈറ്റ്സ്. സൗദി അറേബ്യയുടെ മദീന പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമുള്ള ഒരു പുരാതന നഗരമാണ് അൽവില ഓൾഡ് ടൗൺ. അൽ ബലദ അൽ ഖദീമ എന്നും അറിയപ്പെടുന്ന ഈ നഗരം 12-ാം നൂറ്റാണ്ടിൻ്റെ ഓർമ്മകൾ പേറുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, വളരെ ഭംഗിയായി വിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു നഗരമാണിത്. മുന്നിലേക്ക് ഓരോ ചുവട് നടക്കുമ്പോഴും എന്നെ എന്തോ ഒരു മിസ്റ്ററി വല്ലാതെ പൊതിയുന്നത് പോലെ തോന്നി. അവിടുത്തെ ഓരോ ചുവരിനും ഓരോ കഥകൾ പറയുവാനുണ്ട്, ആരുടെയൊക്കെയോ നിശ്വാസങ്ങൾ പേറുന്നതുപോലെ. അങ്ങിങ്ങായി സമാധാനം അന്വേഷിക്കുന്ന ആളുകളേറെയാണ്. വലിയ വലിയ തിരക്കുകൾക്കിടയിലും അവിടുത്തെ ചില വഴികൾ വെറും ശൂന്യമായി തന്നെ. മഞ്ഞ വെളിച്ചം നിറഞ്ഞ കഫേകൾക്കുമപ്പുറം ഒരാഴമുള്ള സുന്ദരമായ മൗനം ഇവിടെയെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ദാറ്റ് മീൻസ് പീസ് ഈസ് കോളിംഗ് യു, പ്ലീസ് കം, ഐ മീൻ ഇറ്റ്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കാൻ എന്നവണ്ണം വഴികളിലെല്ലാം മൺപാത്രങ്ങളേറെയാണ്. തിരക്കുകൾക്കിടയിലും നിങ്ങളെ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ വരവേൽക്കുക തന്നെ ചെയ്യും. നേരിയ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരുടെ മുഖം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളേറെയാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ മനസ്സിനെ കവർന്നത്. മൺപാത്രങ്ങൾ, മഞ്ഞ വിളക്കുകൾ, കാപ്പിയുടെ മണം. എന്നാൽ ഒടുവിൽ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് വല്ലാത്ത സമാധാനമാണ്. എത്ര വൃത്തിയോടും ശുദ്ധിയോടും കൂടിയാണ് അവർ അവരുടെ പഴമയെ പുൽകി വെച്ചിരിക്കുന്നത്. ഈ വഴിവിളക്കുകളെല്ലാം ചരിത്രം പേറുകയാണെന്ന് ഓർക്കുമ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മുന്നിലേക്ക് നടന്നു. കാണുന്ന കാഴ്ചകളിലൊക്കെയും കൗതുകം നിറച്ചങ്ങനെ. ഇഹാന്റെ കൈയും പിടിച്ചുകൊണ്ടങ്ങനെ. അവൻ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, മറ്റെന്തിലോ മുഴുകിയിരിക്കുകയായിരുന്നു. വീണ്ടും അവൻ ഒന്നുകൂടി പറഞ്ഞു. അങ്ങനെ ഇഹാന് വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് വീണ്ടും മുന്നിലേക്ക് നടന്നു. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാതാകുന്നുണ്ടല്ലോ എന്ന് ഏട്ടൻ പരിഭവം പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ചിരിച്ചു. നിങ്ങൾ കാണാത്തതെന്തെങ്കിലും എനിക്ക് കാണുവാൻ സാധിച്ചാലോ എന്ന അന്വേഷണത്തിലാണ്. ചുറ്റിനും നോക്കി നോക്കൂ, ഒരു ജനത ജീവിച്ചിരുന്നതിൻ്റെ അടയാളം പേറി നിൽക്കുന്ന ചുവരുകളാണ്. ചുവരുകൾക്കുള്ളിൽ അവർ പാർത്തിരുന്ന മുറികളാണ്. വീണ്ടും ഈ നഗരം മുഴുവനായി എനിക്കൊന്ന് കാണുവാൻ തോന്നി. ഞങ്ങളെല്ലാവരും പാറകൾ വെട്ടിയ പടവുകളിലൂടെ മുകളിലേക്ക് നടന്നു കയറി. പലപ്പോഴും ക്ഷീണം തോന്നി, പക്ഷെ കണ്ട കാഴ്ചയുടെ ഇമ്പം ഇങ്ങനെയായിരുന്നു. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അൽ ബലദ അൽ ഖദീമ എന്നറിയപ്പെടുന്ന ഈ നഗരത്തിനോട് വിട പറയുവാൻ സമയമായി. ഇതൊക്കെ കാണുവാൻ മാത്രമല്ല, ആസ്വദിക്കുവാൻ. പൊടിഞ്ഞു പോകുന്നൊരു കാലത്തെ ഒരു പിടിയാൽ പിടിച്ചു വെക്കുവാൻ അവർ ശ്രമിക്കുന്നു. അല്ലുലയുടെ ഒരു രാത്രി ഇതാണ്. ഇതൊരു കാഴ്ചയല്ല, ഇത് തീർത്തും ഒരു അനുഭവമാണ്.